ഹേ ഗായ്സ്, ഞങ്ങളിപ്പോൾ പോണത് വയനാട്ടിലേക്കാണ്. ഫാമിലി ആയിട്ടാണ് പോണത്. വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ ഒന്ന് അടിച്ച് പൊളിക്കാൻ പോവുകയാണ്. ഞങ്ങൾ പുലർച്ചയ്ക്ക് ഇറങ്ങി. പക്ഷേ താമരശ്ശേരി ചുരത്തിൽ ഭയങ്കര ബ്ലോക്കായിരുന്നു. അവിടെ റോഡിന് വീതി കൂട്ടുകയെന്നാണ് പറഞ്ഞത്. ഭയങ്കര ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്കായിരുന്നു. തിരിച്ചു വരുമ്പോഴും ഒരു രക്ഷയുണ്ടായിരുന്നു. 2-3 മണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ രാവിലെ കുറച്ചും കൂടെ ഞങ്ങൾക്ക് സ്പീഡിൽ പോകാൻ പറ്റി, രാത്രിത്തെ അപേക്ഷിച്ചിട്ട്. കുറച്ച് വാഹനം മാത്രമേ കടത്തി വിടുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ക്ലൈമറ്റും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കാണിക്കാൻ പോകുന്ന ആൾ എത്ര പേർക്ക് അറിയാം? ഇതാണ് താമരശ്ശേരി ചുരത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന കരിന്തണ്ടൻ. നിങ്ങൾ വയനാട് പോകുന്ന വഴിക്ക് എന്തായാലും കണ്ടോളൂ കേട്ടോ. വേറൊരു കാര്യം എന്താ വെച്ചാൽ, ചങ്ങലയിൽ തളച്ച രീതിയിലാണ് കാണുന്നത്. ഈ മരം വലുതാവുന്നതോടൊപ്പം ഈ ചങ്ങലയും വലുതായി എന്നാണ് അവിടുത്തെ ആൾക്കാർ പറഞ്ഞു തന്നെ ഞങ്ങൾക്ക്. പിന്നെ ഇതാണ് എൻ്റെ അമ്മ, അതെൻ്റെ ഇച്ചു. ചേച്ചിയുടെ മോനാണിത്, ഈ സ്റ്റൈലായിട്ട് നിന്ന് ഈ ചിരിച്ച് നിൽക്കുന്നത്. ഇത് ചേച്ചിയുടെ മോളാണ്. അതാണ് എൻ്റെ ചെറിയ ചേച്ചി. ഇത് ഏട്ടൻ്റെ മകളാണ്. അതാണ് എൻ്റെ വലിയ ചേച്ചി. അതാണ് വലിയ ചേച്ചീൻ്റെ ഹസ്ബൻഡും ചെറിയ ചേച്ചിയുടെ ഹസ്ബൻഡും. ഇത് എൻ്റെ ഹസ്സു. ഒരു ചേച്ചിയും കൂടെ ഉണ്ട്, അവർക്ക് വരാൻ പറ്റില്ല, ലീവ് കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ ചേച്ചിയും മോളും ഏട്ടനും വന്നിട്ടില്ല. രണ്ടാമത്തെ ആളാണത്. അവൻ്റെ വാചകടിയാണ് ഗായ്സ് നിങ്ങളിപ്പോൾ കേട്ടത്. പിന്നെ ഞങ്ങൾ പോയത് എന്നൂർ എന്ന് പറഞ്ഞൊരു ആദിവാസി ഗ്രാമത്തേക്കാണ്. ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ കുഴപ്പമില്ല. ഫാമിലിയായിട്ട് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കാണാനൊക്കെ ഉണ്ട്. അത്യാവശ്യം സാധനങ്ങൾ, കുറഞ്ഞ റേറ്റിൽ സാധനങ്ങൾ വാങ്ങിക്കാനുള്ളൊരു പ്ലേസും കൂടെ ആയിട്ട് തോന്നി. പിന്നെ അവർ ആദിവാസി നൃത്തമൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ട്. പിന്നെ അവർ ഉപയോഗിച്ച ഉപകരണങ്ങൾ, പഴയ കാലത്തെ ആൾക്കാരുടെ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് പിന്നെ ഒരാളെ കാണാൻ പറ്റി. കിടക്കണുണ്ടെങ്കിൽ എത്രയും തിരക്കിനിടയ്ക്ക് ആരും ആളെ ശല്യം ചെയ്യുന്നില്ല, സുഖമായിട്ട് ആൾ ഉറങ്ങുകയാണ്. അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. പിന്നെ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു. അതിലൊരാൾ വന്നിട്ട് വിശക്കുന്നുണ്ട് തോന്നുന്നുണ്ട്, ഞങ്ങളുടെ അടുത്ത് കുറേ ഒന്ന് നോക്കി. കുറേ ആൾക്കാരുടെ അടുത്തേക്ക് ഓടി പോകുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഞങ്ങൾ കയ്യിലുണ്ടായിരുന്ന കടലെടുത്ത് കൊടുത്തു. ഒരു വെറൈറ്റി ആയിട്ടാണ് ആൾ കഴിക്കണേ. ഞാൻ കൂടെ കാണിച്ചത്, നിങ്ങളൊന്ന് നോക്ക്. പിന്നെ ചെറിയൊരു ട്രെക്കിംഗ് പോലെ ഉണ്ടായിരുന്നു. എന്നൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോകണം. അവിടെ പ്രൈവറ്റ് വെഹിക്കിളൊന്നും അലൗഡ് അല്ല. അങ്ങനെ ഞങ്ങൾ എന്നൂരിലെത്തി. ഒരു പ്രതിമ കണ്ടു. എനിക്കൊന്നും വയ്യേ എന്നുള്ള രീതിയിലുള്ളൊരു പ്രതിമ. ഭയങ്കര തിരക്കായിരുന്നു അവിടെ. പിന്നെ ഇത് എന്നൂരിൻ്റെ റൂട്ട് മാപ്പാണ്. അപ്പോൾ ഞങ്ങൾ എന്നൂർ എന്ന് പറഞ്ഞ പൈതൃക ഗ്രാമത്തിലെത്തി. ഇനി അങ്ങോട്ട് പോവാം. ബാക്കി കാണാം. ബൈ. ഇതാണ് ഔട്ടർ വ്യൂ. എങ്ങനെയുണ്ടെന്ന് പറയണേ. പിന്നെ കുട്ടികൾക്കായിട്ട് അവിടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. വലിയൊരു പാർക്കല്ല, ചെറിയ രീതിക്കുള്ളൊരു പാർക്ക്. സ്ലൈഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇവിടെ അധികം റേറ്റ് ഒന്നുമില്ല, ചീപ്പ് റേറ്റ് ആണ്. പിന്നെ ഇതാണ് വീടിനേക്ക് ഉള്ളിലേക്ക് കയറിയാൽ കാണാൻ കഴിയുന്നത്. അവർ ഉപയോഗിച്ച ഉപകരണങ്ങൾ, പഴയ കാലത്തെ ആൾക്കാരുടെ ഫോട്ടോസ്. ആദിവാസി നൃത്തം കണ്ടിട്ടുണ്ടോ ഗായ്സ്? എന്നാൽ നിങ്ങളിനി കണ്ടോളൂ. നല്ല അടിപൊളിയാണ്. ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. ഇതുവരെ നേരിട്ട് ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ചിതാ അങ്ങോട്ട് തന്നെ പോവുകയാണ്. ഞങ്ങൾ അടുത്ത സ്പോട്ട് കാരാപ്പുഴ ഡാമാണ്. അവിടെ അഡ്വഞ്ചേഴ്സ് പാർക്കും ഉണ്ട്.